സർക്കാർ നാളെ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അതീവ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ? പ്രധാനം ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നിവ ഇല്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇവരിൽ ചിലരെ മാത്രം, എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല, മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 64,600 അല്ലേ ലിസ്റ്റ്? 64,000. ഈ മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു LDF-ന്. അതിൽ ഐറ്റം നമ്പർ 215 ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം 4.5 ലക്ഷത്തിലധികം വരില്ല എന്നാണ്. ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ, അതായത് AK ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ 1.5 ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഇവരിൽ അർഹതയുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 4.5 ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കും. CPM-ൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ 4.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ്.